നമസ്കാരം. വയനാട് ദുരന്തത്തിൽ ഇടപെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കാര്യങ്ങൾ സംസാരിച്ചു, ചർച്ച ചെയ്തു. വളരെ ദീർഘമായ ഏതാണ്ട് 20 മിനിറ്റോളം മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. വയനാട്ടിലേക്ക് കൂടുതൽ സേനാ വിഭാഗങ്ങൾ, അതായത് അർദ്ധ സൈനിക വിഭാഗങ്ങളടക്കം എത്താനുള്ള എല്ലാ സാധ്യതയും തേടും എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വയനാട്ടിലെ ജനതയ്ക്കൊപ്പം തീർച്ചയായിട്ടും രാജ്യം മുഴുവൻ നിൽക്കുകയാണ്. സമാനതകളില്ലാത്ത ദുരന്തമാണ് ഉണ്ടായത്. അതിൽ അതീവ ദുഃഖിതരാണെന്നും എല്ലാവിധ നടപടിക്കും രക്ഷാപ്രവർത്തനത്തിനും കേന്ദ്ര സർക്കാരിൻ്റെയും സേനാ വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ സഹായം ഉണ്ടാകും എന്ന കാര്യവും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരുന്നും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ടും വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം അങ്ങോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അറിയിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അങ്ങോട്ടൊക്കെ എത്തിപ്പെടാനുള്ള ആ ഒരു ദുഷ്കരമായ അവസ്ഥ നേരത്തെയും വാർത്തകളിൽ വ്യക്തമാക്കിയിരുന്നു. അവിടെയൊക്കെ തന്നെ കല്ലും മണ്ണും കുന്നുകൂടി കിടക്കുകയാണ്. പോകുന്ന റോഡുകളിലും പോകുന്ന പ്രദേശങ്ങളിലുമൊക്കെ 2-3 ആൾ പൊക്കത്തിൽ 10-30 മീറ്റർ ഉയരത്തിൽ മണ്ണുകളും കല്ലുകളും മരങ്ങളും നിറഞ്ഞു കിടക്കുകയാണ്. അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അതിനിടയിൽ സാഹസികമായി ചില വ്യക്തികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ പലരുടെയും ഉറ്റവരെയും ഉടയവരെയും കാണാനില്ല എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതാണ്ട് 10-17ഓളം പേരെ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് അതിസാഹസികമായി രക്ഷാസേന രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അവരെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതും ദുഷ്കരമാണ്. ആംബുലൻസുകളോ അങ്ങനെയുള്ള വാഹനങ്ങളോ ഒന്നും ആ പ്രദേശത്തേക്ക് എത്താൻ പറ്റുന്നില്ല. പലരെയും തുണിയും മുണ്ടുമൊക്കെ കെട്ടിയാണ് പല പരിക്കേറ്റവരെയും ഒക്കെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ ഇപ്പോൾ 20-ലധികം പേർ ചികിത്സയിലുണ്ട് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പലർക്കും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലർക്കും കല്ലും മണ്ണുമൊക്കെ വീണ് മുഖത്തിനും ശരീരഭാഗങ്ങൾക്കുമൊക്കെ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. അവരൊക്കെ ചികിത്സയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ രാജ്യം മുഴുവൻ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ദുരന്തത്തെ മറികടക്കാനുള്ള അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തി മണ്ണിനടിയിലും കല്ലിനടിയിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരും എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും കേരളത്തിനും വയനാട്ടിനും നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുമായി കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. മന്ത്രി AK ശശീന്ദ്രൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ്, OR കേളു തുടങ്ങിയ മന്ത്രിമാർ ഉടൻ തന്നെ പ്രദേശത്തേക്ക് എത്തിച്ചേരും. അവർ പുറപ്പെട്ടു കഴിഞ്ഞു. മണിക്കൂറുകൾക്ക് മുമ്പേ അവർ പുറപ്പെട്ടു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. മന്ത്രിമാർ 3 പേർ ഇത് കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കും. അതുപോലെ T സിദ്ദിഖ് MLA പ്രദേശത്ത് ഉണ്ട്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തകരും ഒക്കെ തന്നെ അവരുടെ കൂടുതൽ സംഘം പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി സുഗമമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സൈന്യത്തിൻ്റെ ഹെലികോപ്റ്റർ അവിടെ ഉടൻ തന്നെ എത്തിച്ചേരും എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ. ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഉടൻ തന്നെ എയർലിഫ്റ്റിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. വയനാട് ഒരു ദുരന്ത മേഖലയായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഔദ്യോഗികമായി. ആ പ്രദേശത്തേക്ക് ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. രക്ഷാപ്രവർത്തകർ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്യാമ്പുകളിലേക്ക് എത്തിയവർക്ക് ഭക്ഷണവും മരുന്നും മറ്റും ചികിത്സയും ഒക്കെ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചനകൾ ഇപ്പോൾ ചൂരൽമലയിൽ നിന്നും നമുക്ക് ലഭിക്കുകയാണ്.